നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. 2025 നക്ഷത്രഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് മകം നക്ഷത്രക്കാരുടെ 2025 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള നക്ഷത്രഫലം നോക്കാം. ഗ്രഹങ്ങളുടെ താൽക്കാലിക പൊസിഷൻ, അവരുടെ സഞ്ചാരത്തെ, ഓരോ രാശിയിൽ കൂടെയുള്ള സഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വർഷത്തെ താൽക്കാലികമായ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ മകനക്ഷത്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ചിങ്ങക്കൂറിൽ ഉൾപ്പെട്ടു വരുന്ന നക്ഷത്രമാണ്. ബുദ്ധിസാമർഥ്യവും കഴിവും അല്പം തൻ്റെ ഇടമുള്ള രീതികളുമുള്ള നക്ഷത്രക്കാരാണ് മകം നക്ഷത്രക്കാർ. അധികം തടിക്കാത്ത ശരീരപ്രകൃതിയാണ്. സദാചാരനിഷ്ഠയും സത്യസന്ധതയൊക്കെയുള്ള നക്ഷത്രക്കാരാണ്. ധാരാളം നല്ല സുഹൃത്തുക്കളുണ്ടാവും. ഒരുപാട് സുഹൃത്തുക്കൾ എന്നുള്ളതല്ല, ഉള്ളവർ നല്ല ആളുകൾ ആയിരിക്കും. ഉറച്ച ഈശ്വരവിശ്വാസവും മതനിഷ്ഠയൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാം ഈശ്വരനിൽ സമർപ്പിക്കാനുള്ള ഒരു മനോഭാവം എപ്പോഴും വെച്ച് പുലർത്തുന്നതാണ്. പൊതുവെ മനസ്സമാധാനവും ശാന്തിയുമുള്ള ജീവിതമായിരിക്കും. ആരോടും പറയാത്ത കുറച്ച് ദുഃഖങ്ങൾ ഉള്ളിൽ കാണുകയും ചെയ്യും. അതാണ് മകത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ധനവും ഒക്കെ കൈവരിക്കാനായിട്ട് സാധിക്കും, ഐശ്വര്യമൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഏത് ആൾക്കൂട്ടത്തിൽ നിന്നാലും പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. പിതൃഭക്തരായിരിക്കും. പ്രസന്നമായ ഒരു രീതിയായിരിക്കും നമ്മളെ സ്വീകരിക്കുന്നത്. ഗുരുഭക്തരാണ്. നല്ലപോലെ പരിശ്രമിച്ച് ഉയർന്ന പദവികളിൽ എത്തിച്ചേരാനുള്ള യോഗമുണ്ട്. കുടുംബത്തിലുള്ളവരെ സഹായിക്കും എന്നൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ തിരിച്ച് കുടുംബാംഗങ്ങളിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടണമെന്നില്ല. സ്ത്രീകളാണെങ്കിൽ ധാർമ്മിക കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകും. നല്ല കാര്യപ്രാപ്തി ഉണ്ടായിരിക്കും. അതാണ് മകം പിറന്ന മങ്ക എന്ന് പറയുന്നത്. അവർക്കും ഗുരുഭക്തിയും ഭർത്തൃഭക്തിയൊക്കെയുള്ള ആളുകളായിരിക്കും. ഒരു വീട് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളാണ് മകം പിറന്ന സ്ത്രീകൾ. അപ്പം നേരത്തെ പറഞ്ഞ പോലെ മകനക്ഷത്രം ചിങ്ങക്കൂറിലാണ് ഉൾപ്പെട്ടു വരുന്നത്. വർഷാരംഭത്തിൽ ശനി അവരുടെ 7ാം ഭാവത്തിലാണ്, എന്ന് പറഞ്ഞാൽ കണ്ടകശനിയാണ്. പക്ഷേ കുംഭത്തിലെ കണ്ടകശനി ആയതുകൊണ്ട് ദോഷം കുറയും, വലിയ തടസ്സം ഉണ്ടാവില്ല. അതുപോലെ തന്നെ വ്യാഴം കർമ്മഭാവത്തിലാണ്, 10ാം ഭാവത്തിലാണ്. സ്ഥിരോത്സാഹവും നിശ്ചയദാർഢ്യവും സഹനശീലവും ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് പല കാര്യങ്ങളിലും വിജയം നേടാനായിട്ട് സാധിക്കും. കണ്ടകശനി എന്ന് പറയുന്നത് വലിയ ദ്രോഹകരമല്ലാത്തത് കൊണ്ട് വലിയ വീഴ്ചകൾ കൂടാതെ, അതുപോലെ തന്നെ മകനക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകൾ, വ്യക്തിപരമായ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് അവർക്ക് കുറേ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. പുതിയ ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ്. സമ്പാദ്യം വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ചെറിയ തോതിലാണെങ്കിലും സമ്പാദിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രണയിക്കുന്ന മകനക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പ്രണയം നല്ല സക്സസ്ഫുള്ളായിട്ട് വിജയകരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എതിർപ്പുകളൊക്കെ കുറയും. കുട്ടികളെ ആഗ്രഹിക്കുന്നവർക്ക്, സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു സമയമാണ് വന്നിട്ടുള്ളത്. കാർഷിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ആദായം വർദ്ധിക്കുന്നതാണ്. മക്കളുടെ സഹായവും സഹകരണമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അവരിൽ നിന്നും സംരക്ഷണവും നമുക്ക് ലഭിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ല അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ സാമ്പത്തികമായിട്ട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളുടെ സഹായം ഉണ്ടാകും. മാർച്ച് 29 ആകുമ്പോഴത്തേക്കും കണ്ടകശനി തീരും. പക്ഷേ അഷ്ടമശനി തുടങ്ങും. അപ്പോൾ കണ്ടകശനി നേരത്തെ പറഞ്ഞല്ലോ, കുംഭൻ രാശിയിലെ ശനി ആയതുകൊണ്ട് ദോഷകരമല്ല. പക്ഷേ അഷ്ടമശനി അങ്ങനെയല്ല. അതോടൊപ്പം തന്നെയാണ് രാഹു 8ൽ നിന്ന് 7ലേക്ക് മാറുന്നത്. ജന്മരാശിയിൽ കേതുവിൻ്റെ സഞ്ചാരം തുടങ്ങിയതുമാണ്. അതുകൊണ്ട് വളരെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഉദ്ദേശിക്കാത്ത തടസ്സം വന്ന് വിഷമിക്കാനുള്ള സാധ്യതയുണ്ട്. വളരെ പ്രതീക്ഷയോടെ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ തടസ്സം വന്ന് വിടാം. ഇത്തരം ഗ്രഹമാറ്റങ്ങൾ ആരോഗ്യകാര്യത്തിലും വിഷമതകൾ സൃഷ്ടിച്ചേക്കാം. കാരണം എന്താണ്? അഷ്ടമശനി എന്ന് പറയുന്നതൊരു ദോഷകരമായ കാലമാണ്. 8ൽ നിന്ന് രാഹു ഇപ്പോൾ 7ലേക്ക് വരും. എപ്പോഴാണ്? മെയ് മാസം ആകുമ്പോഴത്തേക്കും. മാർച്ചിൽ ശനി 8ലേക്ക് പോവും. മെയ് മാസം ആകുമ്പോഴത്തേക്ക് രാഹു 7ലേക്ക് വരും. ഇത് രണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ രാഹു 7ൽ വരുന്നത് കൊണ്ട് ദാമ്പത്യത്തിൽ പരസ്പര ധാരണ കുറവ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങളിലുള്ള വൈരുദ്ധ്യം ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് സംശയം തോന്നിയാലും അല്ലെങ്കിൽ എന്തൊരു ദേഷ്യമൊക്കെ ഉണ്ടായാലും പരസ്പരം വിട്ടുവീഴ്ചയോടെ തുറന്ന് സംസാരിച്ച് അത് പരിഹരിച്ച് പോകണം. രാഹു എന്ന് പറയുന്നത് കലഹത്തിൻ്റെയും
നുണ പറച്ചിലിൻ്റെയും അപവാദങ്ങളുടെയൊക്കെ കാരകനാണ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുറന്ന് കാര്യങ്ങൾ സംസാരിച്ച് ഭാര്യാഭർത്താക്കന്മാർ മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ പ്രണയിക്കുന്നവരുടെ ഇടയിലും ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പങ്കാളിത്ത ബിസിനസ്സിലും ഈ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം 7ാം ഭാവം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ സൂചകമായ ഭാവമാണ്. അതുകൊണ്ട് അവരൊന്ന് ശ്രദ്ധിക്കുക. പക്ഷേ വ്യാഴം 11ലേക്ക് വരും മെയ് മാസത്തിൽ. അത് സാമ്പത്തികമായിട്ട് ഗുണകരമായിട്ട് വരും. ധനഗുണം ഉണ്ടാകും, വ്യാപാരത്തിൽ വളർച്ചയുണ്ടാകും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ രാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് പങ്കാളിത്ത ബിസിനസ്സിൽ ഈ ലാഭം കൂടുമെങ്കിലും രാഹുവിൻ്റെ സ്ഥാനം കൊണ്ട് 7ലേക്ക് വരുന്നത് കൊണ്ട് വർഷം മധ്യം കഴിയുമ്പം പങ്കാളികൾ തമ്മിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ ചതിവ് പറ്റാനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളുക. അപ്പോൾ ഈ സമയത്ത് തന്നെത്താനെ പരിശ്രമിച്ച് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. സ്വയം ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ വിജയം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ജന്മസ്ഥലം വിട്ട് താമസിക്കേണ്ട അവസരങ്ങൾ ഉണ്ടാകും. സഹോദരി സഹോദരന്മാരെ നമ്മൾ അങ്ങോട്ട് സഹായിക്കും മകനക്ഷത്രക്കാർ. പക്ഷേ തിരിച്ച് ആ സഹായം കിട്ടണമെന്നില്ല, ആ സ്നേഹമൊന്നും കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളിൽ നിന്ന് തിരിച്ച് നന്ദി പ്രതീക്ഷിച്ചൊന്നും ചെയ്യേണ്ട. കാരണം നന്ദി തിരികെ ലഭിക്കാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടും. കുടുംബാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ ബന്ധുക്കളുമൊക്കെ ഉണ്ടാവും. അവരുടെ കാര്യസാധ്യത്തിന് നമ്മുടെ അടുത്ത് വരും, നമ്മൾ സാധിച്ചു കൊടുക്കും. പിന്നെ അവരത് അത്ര നന്ദിയോടെ ഒന്നും ഓർക്കണമെന്നില്ല. ചില സന്ദർഭങ്ങളിൽ മുൻകോപവും തന്നിഷ്ടവും പ്രകടിപ്പിച്ച് കളയുന്നൊരു ന്യൂനത ഈ മകനക്ഷത്രക്കാർക്ക് ഉണ്ട്. ഉന്നതരായ വ്യക്തികളുമായിട്ട് സൗഹൃദം നിലനിർത്താൻ ഈ വർഷം സാധിക്കുന്നതാണ്. അപ്പം മകനക്ഷത്രക്കാർക്ക് കുറേ കാര്യങ്ങളിൽ നല്ല രീതിയാണ് വരുന്നത്. അതായത് വ്യക്തിത്വമൊക്കെ നിലനിർത്താൻ പറ്റും. സമൂഹത്തിൽ തിരിച്ചറിയുന്ന ഒരു വ്യക്തിത്വം വളർത്തിയെടുക്കാൻ സാധിക്കും. സ്വന്തമായിട്ട് ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും കൃഷിയിലാണെങ്കിലും വ്യാപാരത്തിലാണെങ്കിലും നേട്ടം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വ്യാഴം 11ലേക്ക് വരും വർഷത്തിൻ്റെ മധ്യം കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് കുറേ ഗുണങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഈ വ്യക്തിബന്ധങ്ങളിലും അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലും അങ്ങോട്ട് സഹായിച്ചാൽ തിരിച്ചു കിട്ടുന്നില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് പ്രയാസം ഉണ്ടാകാൻ ഇടയുള്ളത്. ഇനി നമുക്ക് പരിഹാര കാര്യങ്ങളിലേക്ക് നോക്കാം. മകനക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ നിത്യവും ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. സൂര്യദശ, വ്യാഴദശ, ചൊവ്വാദശ, ഈ 3 ദശകളിലുള്ളവർ ദോഷപരിഹാരം കൂടി ചെയ്യേണ്ടതാണ്. അപ്പോൾ മറ്റ് ദശാകാലങ്ങളിലുള്ളവരാണെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചാൽ തന്നെ ദോഷങ്ങൾ നന്നായിട്ട് മാറിപ്പോകുന്നതാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതുക്കൾക്ക് പൂജ ചെയ്യുന്നതും നല്ലതാണ്. അർച്ചന കൊടുത്താൽ മതി, അല്ലെ പട്ട് സമർപ്പിച്ചാലും മതി. കേതു സ്തോത്രം ജപിക്കുന്നത് പല തടസ്സങ്ങളും മാറാനായിട്ട് നല്ലതാണ്. പിന്നെ സർപ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ആയില്യ ദിനത്തിൽ നാഗരാജാവിന് പാല്, മഞ്ഞൾപ്പൊടി തുടങ്ങിയവ സമർപ്പിക്കുന്നത് നല്ലതാണ്. വലിയ വിഷമതയൊക്കെ നേരിടുമ്പം നിത്യവും 3 നേരം നെയ്വിളക്ക് വീട്ടിൽ തെളിയിച്ച് ഗണപതിയെ പ്രാർത്ഥിക്കുക. ഈ രീതിയിൽ 41 ദിവസം ചെയ്യുകയാണെങ്കിൽ കുറേ തടസ്സങ്ങൾ മാറിപ്പോകുന്നതാണ്. പിന്നെ മകനക്ഷത്രവും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം സൂര്യപ്രീതി അല്ലെങ്കിൽ ശിവപ്രീതികരങ്ങളായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം നടത്തുക, ആൽപ്രദക്ഷിണം ചെയ്യുക, ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മഹാദേവന് പല വഴിപാടുകൾ ഉണ്ടല്ലോ, അത് സമർപ്പിക്കുക. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക. കലഹങ്ങൾ ഉള്ളവർ ശിവനും പാർവതിക്കും, ദാമ്പത്യ കലഹമൊക്കെ ഉണ്ടെങ്കിൽ ശിവനും പാർവതിക്കും കൂടെ വഴിപാട് ചെയ്യുക. അപ്പം കലഹം കുറഞ്ഞു വന്ന് മാറിപ്പോക്കോളും. ഇതാണ് നമുക്ക് 2025 മകനക്ഷത്രക്കാരുടെ ഫലം ചുരുക്കത്തിൽ പറയാനുള്ളത്. ഒരുപാട് ദീർഘിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചാണ്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ജ്യോതിഷത്തിൽ താല്പര്യമുള്ള പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. സന്താനഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് സന്താനങ്ങൾ ലഭിക്കട്ടെ, നല്ല സത്സന്താന യോഗം ഉണ്ടാകട്ടെ. ജോലി ആഗ്രഹിക്കുന്നവർക്ക് ജോലി ലഭിക്കട്ടെ. വിവാഹം നടക്കാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നല്ല വിവാഹ ബന്ധങ്ങൾ ഒത്തുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.